കൂട്ടുകാരെ, ഏവർക്കും സ്നേഹവന്ദനം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തപ്പെടുന്ന സ്നേഹസംഗമത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 203-ാം സ്നേഹസംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദർശന ഗ്ലോറിയ ഗ്രൂപ്പാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങളെ തിരിച്ചറിയാനും അതിലേക്ക് നമുക്ക് കഴിയുന്ന വിധം എത്തിച്ചേരാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ 203-ാം സ്നേഹസംഗമം ആരംഭിക്കാം. ആദ്യം പ്രാർത്ഥനാഗാനത്തിനായി കുമാരി സിമിലിനെ ക്ഷണിക്കുന്നു. സിമിൽ, പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവനരുകിൽ അണഞ്ഞരുളി. ഭയന്നോരോ നിമിഷവും തളരരുതി. ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാകുകില്ല. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവനരുകിൽ അണഞ്ഞരുളി. ഭയന്നോരോ നിമിഷവും തളരരുതി. ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാകുകില്ല. പച്ചയാമ്പുൽ മേട്ടിൽ നയിക്കാം, ജീവജലം നൽകി നിന്നെ ഉണർത്താം. പച്ചയാമ്പുൽ മേട്ടിൽ നയിക്കാം, ജീവജലം നൽകി നിന്നെ ഉണർത്താം. ഇരുളല വീഴും താഴ്വരയിൽ വഴി തെളിച്ചെന്നും കൂടെ വരാം. വഴി തെളിച്ചെന്നും കൂടെ വരാം. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവനരുകിൽ അണഞ്ഞരുളി. ഭയന്നോരോ നിമിഷവും തളരരുതി. ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാകുകില്ല. എന്റെ തോളിൽ ഞാൻ നിന്നെ വഹിക്കാം, നൊമ്പരങ്ങൾ എന്നും ഞാൻ അകറ്റാം. എന്റെ തോളിൽ ഞാൻ നിന്നെ വഹിക്കാം, നൊമ്പരങ്ങൾ എന്നും ഞാൻ അകറ്റാം. ഒഴിവുകളേറും മാനസത്തിൽ അനുദിനം സ്നേഹം ഞാൻ നിറയ്ക്കാം. അനുദിനം സ്നേഹം ഞാൻ നിറയ്ക്കാം. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവനരുകിൽ അണഞ്ഞരുളി. ഭയന്നൊരു നിമിഷവും തളരരുതി. ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാകുകില്ല. താങ്ക് യു സിമിൽ. നല്ലൊരു പ്രാർത്ഥനാ ഗാനത്തിലൂടെ നമ്മുടെ ഈ സ്നേഹസംഗമത്തിലേക്ക് അദൃശ്യമായ ഒരു ദൈവിക സാന്നിധ്യത്തെ കൊണ്ടുവന്നതിന് സിമിലിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്തതായി വന്നു ചേർന്നിട്ടുള്ള ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ ജിഫിൻ കെ ജെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ജിഫിൻ, പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ. 203-ാമത് സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം പറയുക എന്ന ഹത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ ഫാദർ സോളമൻ കടമാട്ട് പറമ്പിൽ CMIHനെ ഒത്തിരി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ സ്നേഹസംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന കർമ്മം ചെയ്യാനെത്തിയിരിക്കുന്നത് കോട്ടയ്ക്കൽ സെന്റ് തെരേസസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ഷിജോ തറയിൽ CMI അച്ഛനാണ്. അച്ഛനെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ സിജു വിജയൻ സാറാണ്. സാറിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹസംഗമം ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിബി ചേച്ചിയെ ഒത്തിരി സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിമനോഹരമായി പ്രാർത്ഥനാ ഗാനം ആലപിച്ച സിമിൽ സെബാസ്റ്റ്യൻ ചേച്ചിയെ ഒത്തിരി സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ വ്യക്തമായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ജോസ് ചേട്ടനെ ഒത്തിരി സ്നേഹത്തോടെ
ഈ സ്നേഹ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി അവതരിപ്പിക്കുന്ന ജെയ്സൺ ചേട്ടനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന PROയെയും ബാക്കി എല്ലാ അംഗങ്ങളെയും ഈ സ്നേഹ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജിഫിൻ. എല്ലാവരെയും വളരെ മനോഹരമായിട്ട് സ്വാഗതം ചെയ്തതിന് താങ്ക്സ്. അടുത്തതായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും വേണ്ടി ശ്രീ ജോസ് കരട്ടിയെ ക്ഷണിച്ചു. നമുക്കറിയാം ജോസേട്ടനാണ് എല്ലാ ആഴ്ചയും അതിന്റെ ഒരാള്. ജോസേട്ടാ, പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ. കേൾക്കാം ജോസേട്ടാ. ഇന്ന് ഷാലി വെങ്ങണിശ്ശേരി, ആനി തെക്കന്താണിശ്ശേരി, ജോയ് പാവർട്ടി 3 പേരുടെയും ജന്മദിനമുണ്ട്. ഇത് കഴിയുമ്പോൾ നറുക്കെടുപ്പുണ്ട്. സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമുക്ക് പുതിയ പാപ്പയെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശൻ സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശൻ സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ച പരിമിതരുടെ ശിങ്കാരിമേളം ടീം, ഓർക്കസ്ട്ര ടീം, അവിടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽ ചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കുമുള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുമുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സൊറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കാനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം ചെയ്യുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 9,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസന പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിന് വേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് അത്ലറ്റ് മീറ്റും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു.
പ്രിയരെ, 3/5/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 202ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശനയാണ്. അവതരണം കുമാരി സിമിൽ സെബാസ്റ്റ്യൻ. പ്രാർത്ഥന ശ്രീ ജോയ് പള്ളിക്കുന്ന്. സ്വാഗതം കുമാരി സിബി വർഗീസ് കോന്നി. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരണം കുമാരി ലീന MJ നാട്ടിക. യോഗം റിപ്പോർട്ട് പാസാക്കി. തുടർന്ന് അധ്യക്ഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സെലിൻ ടീച്ചറുടെ ക്ലാസ് കേട്ട് വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. ഇന്ന് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ദർശന കുടുംബാംഗങ്ങൾക്കും സ്വാഗതവും നന്ദി. സ്നേഹസംഗമം നല്ല രീതിയിൽ നല്ല കൂട്ടായ്മയിലൂടെ നടന്നു പോകുന്നു. പഠനോപകരണങ്ങളുടെ കിറ്റ് 11-ാം തീയതി 25 കുട്ടികൾക്ക് കൊടുക്കുന്നു. പേര് രജിസ്റ്റർ ചെയ്തവർ വന്നാൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. എന്നും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുക. എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് പുതുരുത്തി സെന്റ് പയസ് കോൺവെന്റിലെ മദർ സുപ്പീരിയർ വൊക്കേഷണൽ സിസ്റ്റർ റെവറൻ സിസ്റ്റർ മരിയ റോസ് SDV ആയിരുന്നു. ബഹുമാനപ്പെട്ട സോളമനച്ച, ഈ പരിപാടി ചുക്കാൻ പിടിക്കുന്ന മഹത് വ്യക്തികളെ, ഈ സദസ്സിലായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യൂസ് അയച്ചു തരാറുണ്ട്. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നും കൂടെയുണ്ട്. നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യാൻ സാധിക്കുന്നു. ഈ പരിപാടി ഇതിലും നന്നായി നടത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. നാടൻ പാട്ട് വിജയികൾ: ഫസ്റ്റ് ഫിലോമിന, സെക്കൻഡ് അശ്വതി, തേർഡ് മോളി റെജി. എന്റെ അയൽക്കാരൻ പ്രോഗ്രാം വിജയിയും വ്യൂസ് വിജയിയും രണ്ടുപേരും ഒരാൾ തന്നെ. സിബി വർഗീസ് പത്തനംതിട്ട, ലീന MJ നാട്ടിക. പങ്കെടുത്തവർക്കും വിജയികൾക്കും നന്ദിയും അഭിനന്ദനങ്ങളും. മുഖ്യ അതിഥിയായി വന്നത് എവിക്രൽ കമ്പനിയിലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അധ്യാപിക ശ്രീമതി സെലിൻ മാഡമായിരുന്നു. ബഹുമാനപ്പെട്ട സോളമനച്ച, മരിയ സിസ്റ്റർ, മറ്റു ഭാരവാഹികൾ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ദർശന ക്ലബിന്റെ കരകൗശല പരിപാടിയിൽ പങ്കെടുത്ത സമ്മാനം വാങ്ങിയിട്ടുണ്ട്. ക്രാഫ്റ്റിനെ പറ്റി വളരെ വിശദമായി പറഞ്ഞു തരികയും കാണിച്ചു തരികയും ചെയ്തു. പല പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഇപ്പോൾ വരാൻ സാധിച്ചത്. ഇനിയും എപ്പോഴെങ്കിലും ഓഫ്ലൈനായോ ഓൺലൈനായോ വരുന്നതായിരിക്കും. എന്നെ വിളിച്ചതിനും വരാൻ സാധിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യോഗാവസാനം നന്ദി പറഞ്ഞത് കുമാരി റോസ്ലി MD ചെങ്ങാലൂർ. യോഗം അവസാനിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ലീഡർ. താങ്ക് യു ജോസേട്ട. ഏറ്റവും നന്നായിട്ട് റിപ്പോർട്ടും നമ്മുടെ ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുകയും ചെയ്തതിന് ഒരുപാട് താങ്ക് യു. ഇനി നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും നമ്മുടെ ദർശന ക്ലബിന്റെ അധ്യക്ഷനുമായ നമ്മുടെ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMA അച്ഛനാണ്. അച്ഛനെ ഏറ്റവും ആദരപൂർവ്വം അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചു വന്നു. അച്ഛാ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിശിഷ്ട അതിഥികളായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസംഗങ്ങളൊക്കെ കേട്ട് ഞങ്ങളെയൊക്കെ ഉന്മേഷവദനരാക്കി മാറ്റും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദിയും നേരത്തെ തന്നെ നേരുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ സാന്നിധ്യമൊക്കെ ഞങ്ങളുടെ ഈ സമൂഹത്തിന് ലഭിക്കുക എന്നുള്ളത്. അപ്പൊ സന്തോഷത്തോടെ ഇനിയും നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം. ഞാനൊരു 2-3 അറിയിപ്പുകളാണ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമുക്ക് എവർക്കറിയാവുന്നതുപോലെ നമ്മുടെ ദർശന ക്ലബിന്റെ ഗവേണിംഗ് ബോഡിയൊക്കെ കഴിഞ്ഞു. ഇനി ദർശന സർവീസ് സൊസൈറ്റിയുടെ ജനറൽ ബോഡി നടക്കാനുണ്ട്. അത് ഈ മാസ അവസാനത്തോടുകൂടി നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നാളെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ 25 കുട്ടികൾക്ക് പഠനോപകരണങ്ങള്, ബാഗ്, പുസ്തകം, കൊട എന്നീ സാധനങ്ങളൊക്കെ ആയിട്ട് നാളെ ഒരു 3 മണിക്കാണ് അതിന്റെ ചടങ്ങ് നടക്കുക. അപ്പൊ നേരത്തെ അറിയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ, അറിയിപ്പ് കിട്ടിയിരിക്കുന്ന എല്ലാവർക്കും പേഴ്സണലായിട്ട് ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിക്കാതെ പോയിട്ടില്ല എന്ന് ഞാൻ തോന്നുന്നു. അപ്പൊ ആരെങ്കിലും വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവര് എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് ഇൻഫോർമേഷൻ നൽകുക. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവരും ആ സമയത്ത് എത്തിച്ചേരുക. വിളിക്കപ്പെട്ടവർ എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2:30 എത്തിച്ചേരുക. 3 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പങ്ക് എന്ന പ്രോജക്റ്റ് 2ാം വട്ടം കൂടി നമ്മൾ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഏകദേശം 15-ൽ പരം കുട്ടികളെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഒരു 10-12 കുട്ടികൾ നമുക്ക് ലഭിച്ചാൽ നമുക്ക് ഏകദേശം നമ്മുടെ 30 ഈ വർഷം, ഈ അടുത്ത ടൈം നമ്മൾ നോക്കുന്നത് 30 പേരുടെ ഒരു ടീമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 30 കുട്ടികളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റ് നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും. അതില് കേൾവി കുറവുള്ളവരും അതുപോലെ തന്നെ കാഴ്ച കുറവുള്ളവരും എല്ലാവരും തന്നെ അതിലേക്ക് വരാവുന്നതാണ്.
കംപ്ലീറ്റ് കാഴ്ച ഇല്ലാത്തവരാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, ഒരു പാർഷ്യൽ ബ്ലൈൻഡ് ആണെങ്കിൽ അത് നന്നായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു, എത്രയും പെട്ടെന്ന് ഓഫീസുമായി ബന്ധപ്പെട്ടെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരത്തെ ജോസേട്ടൻ പറഞ്ഞതുപോലെ സന്തോഷത്തിന്റെ ഒരു ദിനമാണ്. പുതിയ മാർപ്പാപ്പയൊക്കെ ലഭിച്ചിരിക്കുന്നു, ലോകത്തിന്റെ ഒരു നേതാവ് എന്ന രീതിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ സന്തോഷം നമുക്ക് തുടരാം. അതോടൊപ്പം തന്നെ നമ്മൾ എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കാശ്മീർ ഏരിയയിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം യുദ്ധം ഒന്നിനും നേട്ടമല്ല നമുക്ക് നേടിത്തരാനായിട്ട് പോകുന്നത്. എല്ലാം പൊട്ടങ്ങളാണ്, നാശങ്ങളാണ്, നഷ്ടങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഭരണാധികാരികൾക്ക് ഒരു നല്ല ചിന്തകളെ, സമാധാനത്തിൻ്റെതായ ചിന്തകളൊക്കെ കൊണ്ടുവരാനായിട്ട് ഈ രാഷ്ട്രത്തിന് പുറത്ത് ചിന്തിച്ചുകൊണ്ട് നാശമാണ് നമ്മൾ കാണുക. ഇനി തുടർന്ന് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും സമാധാനത്തിൽ ജീവിക്കുവാനായിട്ട് ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരു നമ്മുടെ നമ്മളെ വിശ്വസിക്കുന്ന ദൈവങ്ങളോടൊന്ന് പ്രാർത്ഥിച്ച് ആ ഒരു സമാധാനത്തിലേക്ക് നമ്മുടെ ഇരു രാഷ്ട്രങ്ങളും എത്തിച്ചേരാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നെ തുടർന്ന് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയ സ്ഥലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ നടപടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾ ക്ഷണിക്കുന്നു. ഒരു നല്ല ഭവനം നമുക്ക് ലഭ്യമാവുക എന്നുള്ളത് എൻ്റെ ഏകദേശം ഒരു 50-70% നമ്മുടെ അതിന്റെ ചർച്ചകളും എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു അവസാനഘട്ട ചർച്ചകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതും കൂടിയും കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഭവനം ഈ മാസത്തിൽ തന്നെ അവസാനത്തോടുകൂടി നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടി ഈ സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മളിൽ ഒരാളായ, നമ്മളെ പോലുള്ള ഒരാളായ, തന്റെ സ്വപ്നങ്ങളെയൊക്കെ കൈപ്പിടിയിലാക്കാൻ സ്വന്തം പരിമിതികളെ തോൽപ്പിച്ചുകൊണ്ട് തന്റെ ചക്രക്കസേരയിൽ മുന്നോട്ട് കുതിക്കുന്ന ഡോക്ടർ സിജു വിജയനാണ്. അദ്ദേഹം ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത്, സിനിമാ സംവിധായകൻ എന്നീ മേഖലകളിലൊക്കെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇൻഷ എന്ന ചലച്ചിത്രം നമ്മളെ പോലെ വീൽചെയറിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സ്വപ്നവും ജീവിതവുമാണ് നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഡോക്ടറിനെ ഇന്നത്തെ നമ്മളുടെ ഈ സ്നേഹ സംഗമത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ. ഹലോ, ഹായ്. ഹായ് ഡോക്ടർ, കേൾക്കാമല്ലോ? കേൾക്കാം. ഓക്കെ, വെൽക്കം ടു ദ സ്ക്രീൻ ഡോക്ടർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സിജു വിജയൻ, ആലപ്പുഴ ജില്ലയിലെ അരിക്കുറ്റിയാണ് എന്റെ സ്വദേശം. ദർശന ക്ലബിന്റെ പരിപാടിയിൽ എന്തോ ഹലോ, താങ്ക് യു. അപ്പൊ എന്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇൻഷ ആ സിനിമയുടെ തിരക്കഥയും ഒരു ലൈഫ് സ്റ്റോറിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വീൽ ടു റീൽ എ ഡ്രീം ജേണി എന്ന് പറയുന്ന ഒരു ബുക്ക് സിബിയുടെ ഒരു ടീച്ചർ സമ്മാനിച്ചു. അപ്പോ അങ്ങനെയാണ് സിബിയായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതും. അപ്പോ എന്നെ പോലെ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേര് ഈ ക്ലബിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. എന്നെ പറ്റി പറഞ്ഞാല് എന്റേത് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അത് പ്രോഗ്രസീവ് ആണ്. 5 വയസ്സിൽ തുടങ്ങി ഈ ഒരു സമയത്തേക്ക് എത്തുമ്പോൾ ഒരു 6 വർഷം മുമ്പ് വീൽ ചെയറിലായി. ഡിഗ്രി മഹാരാജാസ് കോളേജിലായിരുന്നു സുവോളജി. ആ സമയത്തൊക്കെ ഒന്ന് പിടിച്ചു നടക്കാം. BHMS ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടിയൊക്കെ ബുദ്ധിമുട്ടാണ്, എന്നാലും നടക്കായിരുന്നു. പിന്നീട് ഇതിന് കൂടുതൽ വേണ്ടത് എക്സസൈസ് കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ വീട്ടിൽ എത്തിയപ്പോൾ നടപ്പൊക്കെ കുറഞ്ഞു. ക്ലിനിക്കൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്നപ്പോ വീണ്ടും ഫിസിക്കലി കുറച്ചുകൂടി താഴേക്ക് പോയി. അങ്ങനെ വീൽ ചെയറിലായി. അതിനിടയിൽ ഒരു അതിജീവനം എന്നുള്ള നിലയിൽ നമ്മൾ ഇത്തരം രോഗ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. ഒരു 6 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തു. അപ്പൊ അതിനിടയിൽ തന്നെ കോഴ്സ് കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങുന്നത് എല്ലാം 2012 ആ മാസത്തിൽ, ഏപ്രിൽ മാസത്തിൽ പുതിയ ഈ വീട്ടിലേക്ക് മാറി ഇതിനോട് ചേർന്നിട്ടാണ് ക്ലിനിക്ക് തുടങ്ങിയതും
അതിനൊപ്പം തന്നെ ഈ ഫിലിമിന്റെ പരിപാടികളൊക്കെ തുടങ്ങി. ആദ്യമായിട്ടൊരു അനാമിക തപ്ര എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അങ്ങനെ ഒരു 10ഓളം വർക്കുകൾ ചെയ്ത് 2019 ഇൻഷ എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. അത് കോവിഡ് കാരണം 2020 നമുക്ക് നമ്മുടെ ഗവൺമെന്റ് KSMTCയുടെ തിയേറ്ററുകളിലായിരുന്നു അത് റിലീസിനെത്തിയത്. 2020 റിലീസ് പറഞ്ഞെങ്കിലും നടന്നില്ല. തിയേറ്റർ ലോക്കായി പോയതുകൊണ്ട് 21 മാർച്ച് 19 റിലീസ് ചെയ്തു. ഇപ്പൊ പുതിയൊരു സിനിമയുടെ രണ്ടാമത്തെ സിനിമ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ്. ധനുഷ്കോടി മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്തിട്ട് റിട്ടേൺ ടു കാശ്മീർ എന്ന് പറയുന്ന ഒരു സിനിമ കൂടി ചെയ്തു. അത് ഹിന്ദി ലാംഗ്വേജിലാണ്. അപ്പോ അതിന്റെ നിർമ്മാണവും ഇൻഷയുടെ നിർമ്മാണവും അതിന്റെയൊക്കെ ഫണ്ട് കണ്ടെത്തിയത് സ്വന്തമായിട്ട് തന്നെയാണ്. അത് പെയിന്റിങ്സ് വരക്കും, വലിയ മ്യൂറൽ പെയിന്റിങ്സും ഒക്കെ കുറെ സമയമെടുത്ത് അതിന് ഷൂട്ടിനും ഒരുപാട് നാൾ മുമ്പേ വിറ്റ് അതിന്റെ ഒരു റേറ്റ് ഒക്കെ റെഡിയാക്കിയിട്ടാണ് ഒരു ഫണ്ട് റെഡിയാക്കിയിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷെ ഇൻഷയ്ക്ക് ഒരുപാട് സമയം കിട്ടി. റിട്ടേൺ ടു കാശ്മീരിന് അത്രയും സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇച്ചിരി സ്ട്രെയിൻ കൂടി. അപ്പോ ഒരു 42 ദിവസത്തെ ഈ ഷൂട്ടിങ്ങിന്റെ യാത്രയെല്ലാം കൂടി കഴിഞ്ഞപ്പോ കുറച്ചുകൂടി ഫിസിക്കലി ബുദ്ധിമുട്ടായി. അപ്പോ ഡോക്ടർ കർശനമായിട്ട് പറഞ്ഞു വരക്കരുത്, വരക്കാൻ ഒരുപാട് നേരം ഇരിക്കരുത്, ഇടയ്ക്ക് വിശ്രമം വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ബുക്കിന്റെ കാര്യത്തിലേക്ക് വരുന്നത്. അങ്ങനെ ബുക്ക് 4000 കൂടി നമുക്ക് സിനിമ ഇറക്കുന്ന ഒരു ബുക്ക് ഇറക്കി. ഇപ്പൊ ഒരു 3200ഓളം ബുക്കുകൾ പോയിട്ടുണ്ട്. അതിന് 200 ബുക്ക് കൂടി പോണ അതിനൊപ്പം തന്നെ സിനിമയുടെ അവസാനം. പിന്നെ ഇങ്ങനൊരു ക്ലബ് ഇപ്പം എനിക്കൊരു ചിന്ത പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്മാരുടെ നേതൃത്വത്തിലൊക്കെ ഇത് വളരെ ഉഷാറായിട്ട് പോകുമ്പോൾ കുറെ കൂടിയൊക്കെ ഉയർന്നൊരു തലത്തിലേക്ക് ഈ ചിന്തകൾ വന്ന് ഇത്തരം വയ്യാത്തവരൊക്കെ പ്രത്യേകിച്ച് ഈ SMA പോലുള്ളവരുടെയൊക്കെ ഇപ്പൊ നമ്മുടെ പാരന്റ്സിന്റെ ഒക്കെ കാലശേഷം എന്താകുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇൻഷയുടെ ഒരു സംഭവം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷയ്ക്ക് നമ്മൾ പറയുന്നത് ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കടല് കാണാനുള്ള അവളുടെ ആഗ്രഹത്തെ പറ്റിയിട്ടാണ്. അതിന്റെ ഒരു സെൻസറിങ് സമയത്ത് നടന്നൊരു സംഭവം നമ്മുടെ മ്യൂസിക് ഡയറക്ടർ MG രാധാകൃഷ്ണൻ സാറ്, MG ശ്രീകുമാറിന്റെ ചേട്ടൻ സാറിന്റെ വൈഫ് ഉണ്ടായിരുന്നു ആ ടീമില്. അപ്പോ നമ്മുടെ സിനിമ കഴിയുമ്പോൾ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ഈ കഥ തിരഞ്ഞെടുത്തു എന്ന്. അപ്പോ അതൊരു ആ തിയേറ്റർ ഒരു ലൈറ്റ്, ഒരു ഫുൾ ലൈറ്റ് ഇട്ടിട്ടില്ല, ഒരു ഡിം ലൈറ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഒരു എന്താ പറയുക ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകാൻ പറ്റുന്ന ഒരു തിയേറ്ററാണ് ട്രിവാൻഡ്രം മാളിൽ വെച്ചിട്ട്. അപ്പോ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ഈ വഴി കാണിച്ചു കൊടുക്കുന്നതാണ് ലൈറ്റ്. അപ്പൊ ഈ മാള ഇരിക്കുന്നത് ഒരു 5-ാമത്തെയോ 6-ാമത്തെയോ റോയിലാണ്, അതിന് മുകളിലാണ്, ഒരു 6-7 ആ റോയിലാണ്. അപ്പൊ മാമിന്റെ സീറ്റിന്റെ താഴെയും ഈ മഞ്ഞ ലൈറ്റ് ഉണ്ട് വഴി കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മാമിനോട് ചോദിച്ചു മാമ ലൈറ്റ് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ താഴെയാണ് നിൽക്കുന്നത്, ഞാൻ സ്ക്രീനിന്റെ മുന്നിൽ ഏറ്റവും താഴെ. അപ്പൊ എനിക്ക് എന്തായാലും വീൽചെയറിൽ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പൊ മാം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ആ ലൈറ്റിന്റെ അടുത്തേക്ക്, മാം ആ ലൈറ്റ് കാണുന്നുണ്ട്, എനിക്ക് ആ ലൈറ്റിന്റെ അടുത്തേക്ക് ഒന്ന് എത്തണമെന്ന് പറഞ്ഞു. അപ്പോ എന്താണ് മാർഗം എന്ന് ചോദിച്ചപ്പോ ഞാൻ മറുപടി ഞാൻ തന്നെ പറഞ്ഞു, ഒരുപക്ഷെ മാമിനെന്ന് പറയുന്നത് ആ സൊസൈറ്റിയാണ് പറയുന്നത്, കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ല, നീ അപ്പൊ ദൂരെന്ന് കാണുന്ന ലൈറ്റ് അതിനേക്കാൾ കൂടുതൽ കൗതുകരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളോ ലൈറ്റിനില്ല എന്നായിരിക്കും ഒരു മറുപടി കിട്ടുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് അത് കണ്ടവരുടെ അല്ലെങ്കിൽ അടുത്ത് പോയി അനുഭവിച്ചറിഞ്ഞവരുടെ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് നമ്മളോട് പറയാനല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്നെ ഒന്ന് ആ ലൈറ്റിനടുത്തേക്ക് എത്തിക്കൂ. അത് എക്സ്പീരിയൻസ് ഞാൻ ചെയ്തോളാം. എനിക്കത് നേരിട്ട് പോയാലല്ലേ നിങ്ങൾ പറയുന്നത് ശരിയോ, അത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ പറ്റുമെങ്കിൽ എന്നെ ഒന്ന് അവിടത്തോളം എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു തീം തന്നെയാണ് ഇൻഷ എന്ന് പറഞ്ഞൊരു സിനിമയിലും കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മൾ ഒരുപാട് പേർക്ക് പവർ ഷെയർ ഇല്ലാത്തവരുണ്ടാവും, സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്നവരുണ്ടാകും. പക്ഷെ അവരൊരിക്കലും വീട്ടിൽ എനിക്ക് തോന്നുന്നില്ല അവർ ഷെയർ ചെയ്യുന്നുള്ളത് അത്തരം കാര്യങ്ങൾ. കാരണം അവർ നോക്കുമ്പോൾ ജീവിതം തുടങ്ങിയ സമയത്തൊട്ടോ അസുഖം വന്നപ്പോ തൊട്ട് സാമ്പത്തികമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടും നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതല്ല, നമുക്കൊരു പൈസ പോലും ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു സഹായം അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ്. പ്രത്യേകിച്ച് SMA പോലുള്ള ആളുകൾ. ഇപ്പോ ഒരു പോളിയോ ആണെങ്കിൽ പോലും അവര് ആ ഒരു രീതിയിലെങ്കിലും മുന്നോട്ട് പോകുന്ന വെച്ചാൽ ഇത് ഓരോ ദിനം ചെല്ലും തോറും താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതാണ് അസുഖത്തിന്, എന്താണ് അതിന്റെ കോസ് കണ്ടെത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിന് ട്രീറ്റ്മെന്റും ഇല്ല. അപ്പോ അങ്ങനെയുള്ള ആളുകളെ എല്ലാവരെയും ചേർത്ത് പിടിക്കത്തക്ക രീതിയിൽ എല്ലാവർക്കും ഒരുമിച്ച് ഒക്കെ ഒന്ന് ജീവിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ, അതായത് അവിടെയും ഒരു നിയന്ത്രണങ്ങളില്ലാതെ. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിലാവുമ്പോൾ 9 മണിക്ക് ശേഷം ഫോൺ യൂസ് ചെയ്യരുത്. നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അമ്മയോടോ അല്ലെങ്കിൽ ആരോടോ നമുക്കൊരു ഭക്ഷണം ചോദിക്കാൻ പറ്റും. ആ രീതിയിൽ പോലും നമുക്ക് ഉച്ചക്ക് 2 മണിക്ക് 1 മണിക്ക് ഫുഡെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിയന്ത്രണം പോലും. നമുക്ക് ഇടയ്ക്ക് വിശന്നാൽ കിച്ചണിൽ പോയി നമുക്ക് വിശക്കുന്നു എന്ന് പറയാൻ പറ്റണം.
നമുക്ക് ഫോൺ യൂസ് ചെയ്യണം, ഞാൻ കുറച്ചു നേരം പുറത്തിരുന്ന അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം കൂടി ഇരുന്ന, അങ്ങനെ ഒരു നിയന്ത്രണങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥാപനം. നമ്മൾ എന്താണോ വീട്, ആ വീട്ടില് നമുക്ക് സംരക്ഷണം ഒരുക്കേണ്ടവർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ ഏറ്റെടുക്കേണ്ടത് സൊസൈറ്റിയുടെ അവരുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് ദർശന വരുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ ഒക്കെ എത്തിച്ചേരട്ടെ എന്നുള്ളൊരു ആശംസയുണ്ട്, പ്രാർത്ഥനയും. അപ്പൊ ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഒരുപാട് തിരക്കിന്റെ ഇടയിലാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോ തന്നെ ഡോക്ടർ സമ്മതിച്ചു വരാമെന്ന് പറഞ്ഞു. ഇപ്പം ഡോക്ടറിന്റെ പുതിയ സിനിമ മണിപ്പുരയിലാണെന്ന് പറഞ്ഞല്ലോ, അത് എന്നത്തേക്കൊക്കെ റിലീസ് ആകുമെന്നുള്ള പറയാൻ പറ്റുമോ? ഒരു മാസം കൊണ്ട് നമുക്ക് അതിന്റെ വർക്ക് തീർക്കാൻ പറ്റും. ഇനി ഒരു 800ഓളം ബുക്കുകൾ കൂടി പോകണം, അത് പോകുമെന്ന് കരുതുന്നു. അതിന്റെ ഒരു ഔട്ട് നമുക്ക് കിട്ടും. പിന്നീട് ഞാൻ ഉദ്ദേശിക്കുന്നത് തിയേറ്റർ റിലീസ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ചെറിയ സിനിമയാണെങ്കിൽ പോലും തിയേറ്ററാണ് അതിന്റെ ഒരു ഫൈനൽ എന്ന് പറയുന്നത് ഒരു സിനിമയുടെ. അപ്പൊ അത് പിന്നെ ഹിന്ദി ആയതുകൊണ്ടും ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇന്ത്യക്ക്, കേരളത്തിന് പുറത്തുള്ള കുറച്ച് സ്റ്റേറ്റുകളെ, അവിടെ കുറച്ച് ദിവസമെങ്കിലും അത് പ്രദർശിപ്പിക്കുക. പിന്നീട് ഉദ്ദേശിക്കുന്നത് ഇൻഷയും ഈ റിട്ടേൺ ടു കാശ്മീരുമായിട്ട് ഇന്ത്യ മൊത്തം ഒരിക്കൽ കൂടി ഒന്ന് യാത്ര ചെയ്ത് സിനിമയുടെ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് ഡോക്ടർ ഈ സിനിമ ഹിന്ദി മാധ്യമമായിട്ട് തിരഞ്ഞെടുത്തത്? സിനിമ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ആദ്യം പോസ്റ്റർ ഡിസൈനിങ് ആയിരുന്നു എനിക്ക് ഇഷ്ടം. പോസ്റ്റർ ഡിസൈനിങ്ങിലേക്ക് വന്നു. അത് സിനിമ പോസ്റ്റർ ഡിസൈനിങ്, സിനിമ പോസ്റ്ററിന്റെ ഡിസൈൻ. ഇപ്പൊ എടുക്കുന്ന സിനിമ ഹിന്ദിയിൽ എടുത്തത് എന്താണെന്ന് ചോദിച്ചത്. ഹിന്ദിയിൽ എടുത്തത്, ഹിന്ദിയിലെന്ന് വെച്ചാൽ അത് കേരളമായിട്ട് ഒരു ബന്ധമില്ല. ഒരു കാശ്മീരി പണ്ഡിറ്റായിട്ടുള്ള ഒരാള് 90കളിൽ അവിടെ നടന്ന ആ ഒരു കലാപത്തെ തുടർന്ന് അയാൾ അവിടെ നിന്ന് പലായനം ചെയ്യപ്പെട്ടു. ആ പലായനം ചെയ്യപ്പെട്ട ആള് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ അലഞ്ഞ് അവസാനം ഇപ്പോൾ ധനുഷ്കോടിയിൽ എത്തി അവിടെ ഒരു ബ്ലോഗറാണ്. അങ്ങനെ ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് ബ്ലോഗിലൂടെ പറയാറുള്ളത്. അങ്ങനെ പുള്ളിയുടെ കുട്ടിക്കാലം കാശ്മീർ കാലഘട്ടത്തെ പറ്റി ചെയ്തൊരു ബ്ലോഗ് കണ്ടിട്ട് കാശ്മീരിൽ നിന്നൊരു പെൺകുട്ടി വിളിച്ച് പരിചയപ്പെടുന്നു. അയാൾക്ക് 36 വയസ്സുണ്ട്, പെൺകുട്ടി 15 വയസ്സാണ്. ഒരു സൗഹൃദമാണ്. വിളിച്ച് പരിചയപ്പെട്ട് ഇയാൾ ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ആ കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇയാൾ ഒരിക്കൽ കൂടി തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ യാത്ര തുടങ്ങുന്നു. യാത്ര തുടങ്ങുമ്പോൾ അയാൾ എവിടെയൊക്കെയാണ് ഈ പലായനത്തിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ളത്, അവിടെയൊക്കെ വെച്ച് എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ട്, അതെല്ലാം ഇവളോട് ഫോണിൽ കഥ പറഞ്ഞാണ് പോകുന്നത്. ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഞാൻ ഇനി പോകുന്നത് ഇന്ന സ്ഥലത്തേക്കാണ്, അവിടെ എനിക്ക് ഇങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ ആ കഥ നമ്മളെ കാണിക്കുന്നു. അങ്ങനെ കുറെ സബ് സ്റ്റോറികളിലൂടെ ക്ലൈമാക്സിലേക്ക് മുമ്പിൽ എത്തുമ്പോൾ അയാൾ പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടി അയാൾ അറിയാത്ത കാര്യങ്ങൾ അറിയുന്നു. അങ്ങനെ അയാൾ കാശ്മീരിലേക്ക് എത്തുന്നു, തുടർന്ന് ക്ലൈമാക്സ്. അപ്പോ അതിലൊരിക്കലും കേരളം വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പോ ഈ മേജർ രവിയുടെ സിനിമകളൊക്കെ പോലെ നമുക്ക് എല്ലാരെയും കൊണ്ട് മലയാളം പറയിപ്പിക്കാം. ഇയാൾ ഒരു കാലത്ത് മലയാളം അറിഞ്ഞിരുന്ന അങ്ങനെ അതിലെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് വരില്ല. അയാള് ഇപ്പൊ അയാൾക്ക് തമിഴ് അറിയാം, നമ്മൾ 1-2 സീനിൽ തമിഴ് പറയുന്നുണ്ട്. അത് അയാളല്ല പറയുന്നത്, അയാൾ പറയുന്ന ഒരു കഥയില് ആ കഥാപാത്രങ്ങൾ തമിഴ് പറയുന്നുണ്ട്. ബാക്കി അവർ ഈ കാശ്മീരിലുള്ള പെൺകുട്ടി ഒരിക്കലും മലയാളം പറയില്ല. അപ്പൊ അവളും ഇവനും തമ്മിലുള്ള ഫോൺ കോൺവെർസേഷനും ബാക്കി സംഭാഷണങ്ങളെല്ലാം ഹിന്ദിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഹിന്ദിയിൽ എടുത്തത്. ഓക്കെ, ഡോക്ടറിന്റെ പുതിയ സ്വപ്നങ്ങളിലൊക്കെ വേഗം എത്തിച്ചേരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. ഈ സിനിമകളൊക്കെ ആയിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാനും കൂടുതൽ നല്ല സിനിമകൾ, നല്ല പുസ്തകങ്ങൾ ഒക്കെ ഡോക്ടറിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനും ഞങ്ങൾ എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള ഒരു ആശംസ അറിയിക്കുന്നു. ഞാൻ വിളിച്ച ഡോക്ടർ വന്നു ചേർന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഡോക്ടർ. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് പള്ളി അസിസ്റ്റന്റ് വികാരിയായ റവറൻ ഫാദർ ഷിജോ തടയൽസിയമ്മയച്ചനെ ഏറ്റവും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. അച്ഛ, പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ. നമസ്കാരം എല്ലാവർക്കും. കുറച്ച് തിരക്കിലായിരുന്നു. അതിലെ പെട്ടെന്ന് ഒരു ചേട്ടൻ വീടിന്റെ മുകളിൽ നിന്ന് വീണിട്ട് ആൾക്ക് ഒന്ന് രോഗിലേപനം കൊടുക്കാൻ പോയിക്കായിരുന്നു. അതുകൊണ്ടാണ് ഇത്തിരി നേരം വൈകി കയറാൻ. അതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. പിന്നെ പ്രത്യേകമായിട്ട് ഇന്ന് ഈ ഇതിലേക്ക് തന്നെ വിളിച്ചതിന് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാണ്. കാരണം ഇങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഇതുപോലെ എന്താ പറയാ, ഈ പരിപാടിയിലേക്ക് ദർശൻ എന്നല്ല പരിപാടിയുടെ പേര്, ദർശന. ഈ പരിപാടിയിലേക്ക്
ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞ്, പക്ഷെ അങ്ങനെ നേരിട്ട് ഇതിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോ നിങ്ങളുടെ ഈ കൂട്ടായ്മയെ ഞാൻ സ്നേഹത്തോടു കൂടെ ഓർക്കുകയാണ്. നമുക്കറിയാം ഓരോ കൂട്ടായ്മ, ഇതുപോലത്തെ ഓരോ കൂട്ടായ്മകളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പലരുടെയും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒക്കെ കാരണമാകുന്നത്. അപ്പൊ ഈ കൂട്ടായ്മ എന്നതുപോലെ നിലനിന്ന് പോകാനും എന്താ പറയുക, നിങ്ങളുടെ സഹകരണങ്ങളും എപ്പോഴും ഉണ്ടാകാനും പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കും. ഈ കൂട്ടായ്മയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഓർമ്മയ്ക്ക് വന്നത് ഈ ആഫ്രിക്കൻ വംശജരെ കുറിച്ച് പറയുമ്പോൾ അതിലൊരു വാക്ക് പറയുന്നുണ്ട്, ഉബണ്ടു. അത് ഒരു ആ കഥ, ആ പേര് വരാൻ ഒരു കഥയുണ്ട്. ഇതിന്റെ ചരിത്രത്തിൽ ഒരു കഥ വരുന്നുണ്ട് അതിന് ബേസ് ചെയ്തിട്ട്. ചിത്രമുള്ള ഒരു നരവംശ ശാസ്ത്രജ്ഞനായ ആഫ്രിക്കൻ വംശജരുടെ കുട്ടികൾക്കായിട്ട് ഈ ഒരു ശാസ്ത്രജ്ഞൻ ഒരു ഗെയിം വെക്കുകയാണ്. ആ ഗെയിമിന് ചിത്രമുള്ള കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി 100 മീറ്ററിന്റെ ഒരു ഓട്ട മത്സരം. അപ്പോ ഓട്ട മത്സരം എത്തുന്നതിന്റെ ഒരു മരത്തിന്റെ ചുവട്ടില് ഒരു കൊട്ട നിറയെ കുറെ മധുരപലഹാരങ്ങൾ വെച്ചേക്ക. അപ്പോ അദ്ദേഹം പിള്ളേരോട് പറയാനുള്ള നിർദ്ദേശങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആദ്യം വരുന്നവർക്ക് അതൊക്കെ എടുക്കാമെന്നൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വിസിൽ മുഴക്കി കഴിഞ്ഞപ്പോ കുട്ടികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൈ കോർത്തുകൊണ്ടാണ് ഓടുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഗ്രൂപ്പായിട്ടുള്ളതല്ല, പക്ഷെ എന്നാലും അവർ അവസാനം വരെ ഒറ്റക്കെട്ടായിട്ടാണ് പോയിട്ടാണ് അതെടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഈ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു കുട്ടി പറഞ്ഞ മറുപടിയാണ്, ഒരാൾ ഓടി മാത്രം വിജയിച്ചാൽ മറ്റുള്ളവർക്ക് സങ്കടമാകും, പക്ഷെ മറ്റുള്ളവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വിജയിയായി എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കുമെന്നെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണ് ആ വാക്ക് വരുന്നത്, ഉബണ്ടു. അതിന്റെ മീൻസ് ഇത്രേ ഉള്ളൂ, ഐ ആം ബിക്കോസ് വി ആർ. എന്നുവെച്ചാൽ നമ്മളെല്ലാം ഒരൊറ്റക്കെട്ടാണ് എന്നൊരു ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ വാക്ക് കടന്നു വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പറയാ, ഓരോ കൂട്ടായ്മയിലായിരിക്കുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനും ഒരു കൂട്ടമായിട്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലെ മറ്റുള്ളവരെ എന്താ പറയാ, നമുക്കറിയാം ഇപ്പൊ ഇന്ന കാലഘട്ടത്തിൽ ഇപ്പൊ നടക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന യുദ്ധത്തിനെ ആയാലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് ബാധ്യസ്ഥരാണെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ആ ഒരു ഓർമ്മപ്പെടുത്തലും കൂടി ഞാൻ ഇതിൽ പങ്കുവെക്കുകയാണ്. അപ്പോ നിങ്ങളുടെ ഈ എന്താ പറയാ എളിയ കൂട്ടായ്മയിലേക്ക് വിളിച്ചതിനും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. വളരെ നന്ദി അച്ഛാ. തിരക്കിന്റെ ഇടയിൽ ഓടി വന്ന് കയറി ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും പേരിലുള്ള നന്ദി അച്ഛനെ അറിയിക്കുന്നു. ഞങ്ങളെ ഓർക്കുക. നമ്മുടെ 23-ാം സ്നേഹ സംഗമത്തില് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ ജെയ്സൺ കൊരട്ടി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ. നമസ്കാരം സുഹൃത്തുക്കളെ. ദർശന ക്ലബിന്റെ 23-ാമത് സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി നമ്മെ എല്ലാം കാത്തു പരിപാലിക്കുന്ന നല്ല തമ്പുരാന് നന്ദിയും ആരാധനയും മഹത്വവും നേരുന്നു. ഈ സ്നേഹ സംഗമത്തിന്റെ അധ്യക്ഷൻ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛന് എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി ഈ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയ റവറൻ ഫാദർ ഷിജോ തറയിൽ അച്ഛന് എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ഈ കൂട്ടായ്മയിൽ മുഖ്യ അതിഥിയായി എത്തിയ ഡോക്ടർ സിജു വിജയൻ സാറിന് എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. റിപ്പോർട്ട് അവതരിപ്പിക്കാൻ എത്തിയ ശ്രീ ജോസേട്ടൻ കൊരട്ടിക്കും PRO ശ്രീ പിയൂസിനും എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സ്നേഹ സംഗമത്തിന്റെ അവതാരികയായി എത്തിയ കുമാരി സിബി പത്തനംതിട്ടയ്ക്കും പ്രാർത്ഥനാ ഗാനം ആലപിച്ച കുമാരി സിമിൽ സെബാസ്റ്റ്യനും സ്വാഗതം ആശംസിച്ച ശ്രീ ജിബിൻ KJയ്ക്കും എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അവസാനമായി 203-ാമത് സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ ജെയ്സൺ കൊരട്ടി. ഏറ്റവും നന്നായിട്ട് എല്ലാവർക്കും നന്ദി അർപ്പിച്ചതിനായിട്ട് വളരെയധികം നന്ദി അങ്ങോട്ട് രേഖപ്പെടുത്തുന്നു.